മീൻ, വേപ്പില, തക്കാളി, ഇഞ്ചി, പുളി, പച്ചമുളക് അരിഞ്ഞ് ചട്ടിയിലിട്ടിട്ടുണ്ട്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. പിന്നെ അത് കൂട്ടി ചെയ്യുന്ന വിധം: തക്കാളി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റ് ആക്കണം. ഇഞ്ചിയും ചുവന്നുള്ളിയും ഒന്ന് നന്നായി ചതച്ച് എടുക്കണം. അത് പേസ്റ്റ് ആക്കിയതാണ്. ചട്ടിയിൽ പച്ചമുളക് അരിഞ്ഞതിലേക്ക് ചുവന്നുള്ളി ഇട്ടു. ചുവന്നുള്ളി ചതച്ചതിട്ട് അതിൻ്റെ അകത്തേക്ക് ഉപ്പിട്ട്, പിന്നെ അത് മല്ലിപ്പൊടി ഇട്ട്, മുളക് പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ടു കേട്ടോ. എരിവ് ആവശ്യത്തിന്, ഓപ്ഷനിലാണ്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പിന്നെ വേപ്പില, പിന്നെ ഇഞ്ചി ചതച്ചത് എല്ലാം കൂടി നന്നായി തിരുമ്മുക. നന്നായി ഉടയുന്ന വരെ നന്നായി തിരുമ്മി എല്ലാ മസാലകളെല്ലാം ചെയ്യുന്ന വിധത്തിൽ നന്നായി തിരുപ്പി പിടിപ്പിക്കുക. നന്നായി തിരുമ്മിയാൽ അതിൽ ഇത്തിരി പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായി തിരുമ്മി ആവശ്യത്തിന് പുളിവെള്ളം ചേർക്കുക. പുളിവെള്ളം നിങ്ങളുടെയൊക്കെ ആവശ്യത്തിന് പുളിവെള്ളവും ചാറും ഒക്കെ ആവശ്യത്തിന് ചേർത്തോളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ തക്കാളി അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് ചേർത്ത് നന്നായി കലക്കുക. അപ്പോൾ ഒന്ന് കുറുകി അതിലേക്ക് മീൻ പിറക്കിയിടുക. മീനൊക്കെ ഒന്ന്, ഞാൻ ചെറിയ മീനായതുകൊണ്ടാണ് മുറിക്കാത്തത്. 2ആയിട്ട് മുറിക്കേണ്ടവർക്ക് മുറിച്ചിടുക കേട്ടോ. ഞാൻ ചെറുതായതുകൊണ്ടാണ് ഇത് മസാലയൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന വിധമാക്കി പിന്നെ അത് അടുപ്പത്തോട്ട് വെച്ചു. അടുപ്പിൽ വെച്ച് ഒന്ന് തിളക്കട്ടെ കേട്ടോ. കഴിഞ്ഞ് ഒന്ന് നന്നായി തിളച്ച് ഒന്ന് തവി കൊണ്ട് ഇളക്കാണ്ട് ഒന്ന് ചട്ടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം ഉപ്പും പുളിയും പാകത്തിനാണോ എന്നൊന്ന് നോക്കുക. പാകമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നന്നായി വെളിച്ചെണ്ണ പച്ചക്കറിവേപ്പില ഇട്ട് ഒന്ന് മൂടി വയ്ക്കുക. ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ടാവും. ഒന്ന് മൂടി വെക്കുക.